ഒന്നാമത്തെ കാര്യം ചെറുപ്പക്കാരെ മനസ്സിലാക്കിക്കോ, യുവാക്കളെ യുവതികളെ മനസ്സിലാക്കിക്കോ, ദുനിയാവിന്റെ പ്രസരിപ്പിനും പളപളപ്പിനും വേണ്ടി അല്ലാഹുവിനെ മറന്നു പോകരുതേ, റബ്ബിനെ മറന്നു പോകരുതേ, ആ ശിക്ഷയെ മറന്നു പോകരുതേ. ഒന്നാമത് മുഖത്ത് വിചാരിക്കുന്നവരെ മുഖത്ത് കണ്ടറിയാൻ പറ്റും. ഇപ്പൊ ഒന്നും രണ്ടും ഒന്നുമല്ല, അതിപ്പോ ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ അത് സിൽസിലയായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. തുടങ്ങാനൊരു പേടിയാണ്. ഒന്ന് തുടങ്ങി എളുപ്പമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ എളുപ്പമായി, പിന്നെ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും സംഭവം. രണ്ടാമത് വിശദീകരിക്കാൻ സമയമില്ല, അതിന്റെ വേറെ അതീതകളിലേക്ക് കിടക്കുന്ന സംഭവിക്കാം. വേറൊരു പരിപാടി കൂടി ഏറ്റുപോയത് കൊണ്ട് ഒരുപാട് പറയാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒന്നാമത് അവന്റെ ഈമാൻ അല്ലാഹു പറിച്ചു കളയും, രണ്ടാമത് വഖസ്റുൽ ഉംർ, അവന്റെ ആയുസ്സിന്റെ ദൈർഘ്യം അല്ലാഹു കുറച്ചു കളയും. വലിയ സത്യമായ കാര്യമാണ്. എയ്ഡ്സ് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാരകമായ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആയുസ്സുണ്ടോ? ഒരു രോഗം, മാരകമായ ഒരു രോഗം, ഇതുമായി ബന്ധപ്പെട്ട രോഗമാണ്, ഇവന്റെ രോഗം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ തീർന്നു, ശരി തന്നെ. ഇപ്പൊ ഇവനെ വിചാരിക്കാൻ തന്നെ പോയാൽ തന്നെ ഇപ്പൊ സ്വസ്ഥമായിട്ടെങ്കിലും റൂം എടുത്താൽ തന്നെ, വീട്ടിലാണെങ്കിൽ തന്നെ അന്യന്റെ പുറയിൽ ഒളിച്ചോടി കയറിയാൽ തന്നെ സ്വസ്ഥമായിട്ട് റാഹത്തായിട്ട് വിചാരിക്കാൻ കഴിയും. അവന്റെ ഭർത്താവിനെ പേടിക്കണം, അവനെ പേടിക്കണം, വാപ്പായെ പേടിക്കണം, അള്ളാഹെ പേടിക്കുന്ന, പിന്നെ ബാക്കിയുള്ളവരെ മുഴുവനും പേടിക്കണം. പിന്നെ സ്വസ്ഥമായിട്ട് പോയി അവന്റെ കാര്യം നടത്താൻ പറ്റൂലല്ലോ. അപ്പോഴേക്ക് നീ പിടിച്ചു കഴിഞ്ഞാലോ അവനാകെ തളർന്ന്, അവന്റെ വയസ്സ് അവിടെ വെച്ച് തന്നെ ഒരു 10 വയസ്സ് കുറയും, ടെൻഷൻ അടിച്ചു. ഇത് ദുനിയാവിന്റെ അവസ്ഥ തന്നെ. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, അവന്റെ ആയുസ് കുറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ വിശദീകരിക്കേണ്ടത് ഒരുപാട് വിശദീകരണമുള്ളതാണ്. ആയുസ് കുറഞ്ഞു പോകും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ. വിചാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഗുഹ്യഭാഗം കൊണ്ട് ചെയ്യുന്ന മാത്രം പണിയല്ല, കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ചെയ്യുന്ന എല്ലാ പണികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗം വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വൽയദാനി തസ്നിയാൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 കൈകളും വ്യഭിചരിക്കുന്നു. ഫസിനാഹുമാൽ ബത്ഷു, ആ കൈകളുടെ വ്യഭിചാരം അവളെ പിടിക്കലാണ്, അവളുമായി ബന്ധപ്പെട്ടതിനെ പിടിക്കലാണ് വ്യഭിചാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇപ്പൊ അവളെ പോയി പിടിച്ചില്ലെങ്കിലും അവൾക്ക് ഇങ്ങനെ മൊബൈലിൽ കൂടി ഇങ്ങനെ മെസ്സേജ് വിടലും അത് കണക്കന്നെ. ഞാൻ വെറുതെ പറയല്ല, നബി തങ്ങൾ വെറുതെ ഒന്നല്ല പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ സംഭവിക്കാൻ പോണതാണ്. വാളിന്റെ സദസ്സിൽ ഞാൻ വാൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കണ്ട ഒരു പെണ്ണിനെ മൊബൈൽ വിടുന്നു. അതെനിക്ക് മെസ്സേജ്, എന്താ വെച്ചാൽ നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്, നീ എന്താ എന്നെ ഇത്ര നേരം വന്നിട്ട് നിങ്ങൾ കണ്ടില്ല, നീ വരണം. അപ്പോൾ ഉടനെ അവിടെ നിന്ന് പറയും, എൻ്റെ ചക്കര, എൻ്റെ കരളെ, അതെൻ്റെ ഉപ്പായും ഉമ്മായി എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, നീ മാപ്പാക്കണം, കരയല്ലേ, വിഷമിക്കല്ലേ, പ്ലീസ്. സംഭവിച്ച ഇവിടെ ഏത് സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെ കിട്ടി? എൻ്റെ സഹോദരൻ്റെ, എൻ്റെ കൂടെ വന്ന സുഹൃത്ത് അടുത്തിരിക്കുന്നത്, അവന്റെ ഹാല് മാറിയിട്ട് അവൻ അടുത്തിരിക്കുന്ന, അതാ പറഞ്ഞത്, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബോധമൊന്നുമില്ലേ, വാപ്പ അടുത്തിരുന്നാലും ഉമ്മ അടുത്ത്, അതുകൊണ്ട് ബോധമില്ല, എല്ലാം ഇത് തന്നെ. ഈ വഅദ്, ഉറൂസ്, ഉത്സവം, ഇതൊക്കെ ഈ പെണ്ണുങ്ങൾക്ക് വിചാരിക്കാൻ ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ്. വാപ്പായും ഉമ്മായും നേരെ വാതിന് വരും, ചെറുപ്പക്കാർ തലവേദന, ഉമ്മച്ച പോയിട്ട് ഇവിടെ വേറെ മിഗ്രാജിൽ പോകാൻ പോകുന്നവരുണ്ട്. പെണ്ണുങ്ങളെ ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് വരാം പുറത്തേക്ക്. എൻ്റെ മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിച്ചോളി. എല്ലാ സാധനം ആരാ മുതലുകൾ ഉറൂസിന്റെ പേരും പറഞ്ഞിട്ട് പാപ്പായും ഉമ്മായും നേരെ വരും, ചെറുപ്പക്കാരൊക്കെ വീട്ടിൽ, ഇതൊക്കെ അവരൊക്കെ വെളിയിൽ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇതിന്റെ സംഘാടകരാണെങ്കിൽ തന്നെ, ഇപ്പൊ പൊതുവെ വാതിന്റെ ആണെങ്കിൽ തന്നെയും നമ്മളിവിടെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ കവലയിൽ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നതാണ്, എന്താ ഐറ്റങ്ങൾ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ നിൽക്കും. അതിന് എന്തെല്ലാം പറഞ്ഞാൽ, എത്ര കസരിട്ട് കൊടുത്താലും, അറിഷെടുത്തുകൊണ്ട് വെച്ച് കൊടുത്താലും അവർ അതിനകത്തിരിക്കില്ല. കാരണം എന്താ, ഊർലിങ്ങളെ കാണാൻ വേണ്ടി അവർ നിയത്തി ചെയ്തിരിക്കുകയാണ്, നേർച്ച ചേർന്നിരിക്കുകയാണ്. 10 വാതിൽ 80 ഊർലിങ്ങളെ കാണാൻ ഞാൻ നേർച്ച ചേർത്തിട്ടുണ്ട് ഉസ്താദെ, അതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ലൈനിലായിട്ട് നിൽക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ അവർ വാത് പറയാൻ കയറി വരുമോ? അവരങ്ങനെ കയറി വരും. ആ പാട് കിട്ടുന്ന ഒരു ചാൻസ് ഇതേപോലെ ഉറൂസ് വാതിന് വരുമ്പോഴൊക്കെയാണ്. എപ്പോഴാ പോവാ? പിന്നെ കാസർഗോഡിനെ അപേക്ഷിച്ച് മറ്റേ മുക്കാടും കൂടി ഇടുന്നത് കൊണ്ട് അത് ചിലതിനെ ഉള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ഇല്ല സംഭവം. ബഹുമാനമുള്ള സഹോദരൻ ശ്രദ്ധിച്ചോളി, സൂക്ഷിച്ചോളി, നമ്മളെ മനസ്സിലാക്കാൻ തോന്നിക്കരട്ടെ. സൂക്ഷിച്ചാൽ പോലെ വിശദീകരിച്ച് പറയാൻ സമയമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. അപ്പൊ ആയുസ് കുറഞ്ഞു പോകും, മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതമേ നശിച്ചത് തന്നെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വദവാമുൽ
ഫഖ്ർ. ദാരിദ്ര്യം, സ്ഥിരമായ ദാരിദ്ര്യം, ക്രൈസിസ്, സാമ്പത്തിക മാന്ദ്യം. എന്തുകൊണ്ടാണ് ദുബായ് തകർന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തേ? സാമ്പത്തിക മാന്ദ്യം. ഒരു കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത്? ജോലിയില്ല, ശമ്പളമില്ല, തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല, കഴിവില്ല. സ്വന്തമായി ഗണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയൊഴിക്കുകയാണ്, ആത്മഹത്യക്ക് വിധേയരാവുകയാണ്. എത്രയെത്ര കുഞ്ഞുമക്കൾക്കാണ് വിഷം കൊടുത്തു കൊല്ലുന്നതെങ്കിൽ ദാരിദ്ര്യമാണ്. ലോകത്തിന്റെ നായകത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലയോ, വ്യഭിചാരവുമായി ബന്ധപ്പെടുന്നവരെ ആ നാടിനെ അല്ലാഹു മാന്ദ്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലയോ? ആ വീടിനെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾക്കൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ, തായ്ലൻഡിന്റെ ചരിത്രം പരിശോധിച്ചോ, ദുബായിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോ, വ്യഭിചാരത്തിന് ലൈസൻസ് ആണ്. റോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെ അരനിക്കറും ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണ് കയ്യോടെ പിടിക്കുന്നു. 20 ദിർഹമിന് വേണ്ടി ഏതെങ്കിലും ഒരു കരയുടെ ഓരത്ത് കൊണ്ടുപോയി 10-15 മിനിറ്റ് വികൃതികളുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞയക്കുമ്പോ ഓർക്കണേ, വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ചിരിക്കുകയാണ്. വ്യഭിചാരം ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ച ഒരു കാലഘട്ടം 21-ാം നൂറ്റാണ്ടിൽ മുസ്ലിമേ നീ കാണുകയാണെങ്കിൽ ഓർത്തോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അന്ന് അവരുടെ സാമ്പത്തികമായ സകലമാന സംവിധാനങ്ങളും തകർന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യദാനി തസ്നിയാ, കൈകളുടെ വ്യഭിചാരമാണ്. അൽബത്ഷു, പിടിക്കൽ. അത് എവിടെ പിടിച്ചാലും ശരി, അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ വ്യഭിചാരമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. വൽഐനാനി തസ്നിയാ ഫസിനാഹുമാ അന്നദറു, കണ്ണുകൾ രണ്ടും വ്യഭിചരിക്കുന്നു. ആ കണ്ണുകളുടെ വ്യഭിചാരം നോട്ടമാണ്, ലൈനടിക്കലാണ് കണ്ണിന്റെ വ്യഭിചാരം. അല്ല, നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം എത്ര നോട്ടം നോക്കിയിട്ടായിരിക്കും യഥാർത്ഥ വ്യഭിചാരത്തിലേക്ക് കടക്കുക. അപ്പൊ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സത്യത യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഈ വിഷയം വെച്ചോളൂ, ഞാൻ കൊടുത്ത വിഷയമൊന്നുമില്ല, അവർ വെച്ച വിഷയമാണ്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ല, എന്റെ ഭാഗത്തേക്കാൻ വരാതിരിക്കല്ലേ. വന്നാൽ നിങ്ങൾക്കും കൊള്ളാം, വന്നില്ല എനിക്കും കൊള്ളാം. കാരണം എന്താ, എനിക്ക് നേരത്തെ ആളില്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിയിട്ട് പോകാമല്ലോ. ആളുകൾ കൂടുതൽ പ്രസംഗിക്കേണ്ടി വരുമല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഹൈർ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യുവാക്കളുടെ വിഷയം യുവാക്കൾ തന്നെ പറയണം കൂടുതൽ. അവരത് കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. والعينان تزنيان فزناهما النظر. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്ന മൻ വദഅ യദഹു അല ഇംറാത്തിൻ ലാ തഹില്ലു ലഹു ബിശഹവത്തിൻ ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് അടർന്നു വീണ ഉതിർന്നു വീണ മണിമുത്തുകളാണ്. നബിയോട് സ്നേഹമുള്ള യുവാക്കളെ, ഇനിയെങ്കിലും ചിന്തിക്കണേ, മനസ്സിലാക്കണമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കൊന്ന് നിങ്ങൾ പെറുക്കിയെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കണേ. ഇസ്മ മുഹമ്മദിക്ക് ഉജാല കർദേ, നിന്റെ ഹൃദയത്തിൽ നബി തങ്ങളെ കുറിച്ചുള്ള ഒരു പ്രകീർത്തനം സദസ്സുണ്ടാക്കി വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചൊരു വ്രണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നബി തങ്ങളെ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ. നിന്നെ നീയാക്കി മാറ്റിയത് ആ നബിയാണ്. ആ നബി തങ്ങൾ ലോകത്ത് വന്നില്ലെങ്കിൽ നീ ഉണ്ടാവുകയില്ല. ഇന്ന് ഈ ലോകത്തിന്റെ കാരണം, ഇതിന്റെ തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആണല്ലോ നമ്മെ കൈപിടിച്ച് റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഖിയാമത്ത് നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ മൂന്നാമത്തെ ഊത്തിലൂടെ ഖബറുകളിൽ നിന്ന് നാം എല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കുമ്പോ
നമ്മെ വരിക്ക് വരിക്ക് നമ്മളെ അള്ളാന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ആദരമായ റസൂലുള്ളാഹി തങ്ങളല്ലയോ? അന അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബർ. ആദ്യമായി സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതിന് മുമ്പ് എന്റെ ഖബറാണ് പൊട്ടിപ്പിളരുക, ഞാനാണ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക. സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തിന് മുമ്പായി ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഉണർത്തുകയാണ്, ജിബ്രീലിനെ അല്ലാഹു ഉണർത്തുകയാണ്, മീകായീലിനെ അല്ലാഹു ഉണർത്തുകയാണ്. ഈ മൂന്ന് പേരും ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മഖ്ബറയിലേക്ക് വരികയാണ്. മദീന പള്ളിയുടെ ഉമ്മറ പടിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ തങ്ങളെ വിളിച്ചുണർത്തുകയാണ്. ആ ഖബറിനകത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ ചൈതന്യമതാ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നബി തങ്ങൾ പറയുകയാണ്, അന അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബർ. ആദ്യമായി ഖബർ പൊട്ടിപ്പിളർന്ന് എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും. എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമത്തെ ഊത്ത് സൂറന്ന കാഹളത്തിൽ ഓതുക. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ. ഒരു ഘോരഗർജനത്തിലൂടെ, ഒരു പ്രകമ്പനത്തിലൂടെ, മൂന്നാമത്തെ ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന ഖബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ്. അവരുറങ്ങിക്കിടക്കുമ്പോ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ്, മൻ ബഅസനാ മിൻ മർഖദിനാ. ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ദോഷം വരുത്തിയത്? ആരാണ് ഞങ്ങളുടെ ഉറക്കിന് ഇടങ്ങേറ് വരുത്തിയത്? ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? ഉടനെ അവരോട് പറയപ്പെടും, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ, എത്രയെത്ര നാവും തുമ്പുകളിലൂടെ, എത്രയെത്ര മദ്രസകളിലൂടെ, പള്ളികളിലൂടെ, മിമ്പറുകളിലൂടെ, മിഹ്റാബുകളിലൂടെ, പ്രവാചകന്റെ നാവിലൂടെ, സഹാബത്തിന്റെ നാവിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ, സത്യമല്ലേ? ഈ ദുനിയാവ് നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. മരിച്ച് ഖബറിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾ കേട്ടതല്ലേ? ഹാദാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അല്ലാഹുവിന്റെ വിളിയാളം എത്തിയിരിക്കുകയാണ്. അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഉറങ്ങിയത് മതി, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ. അങ്ങനെ മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദരാ, നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും, നമ്മുടെ രോമഭൂമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അന്നമൻ വദഅ യദഹു അലാ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. ആരൊരാൾ അനാവശ്യമായി, അകാരണമായി ഹറാമായ ഒരു പെണ്ണിനെ, അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ വികാര വിചാരത്തോടെ അവന്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു ഇലാ ഉനുഖിഹി. അവന്റെ നെറുകം തലയിൽ കൈവിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമത്രേ. ഫഇൻ ഖബ്ബലഹാ
ഉരിളത് ശഫതാഹു ഫിന്നാർ. ആരൊരാൾ തന്റെ കാമുകിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, കാമുകനെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ, പ്ലേയിങ് കിസ് അയച്ചു കൊടുക്കുന്നുവോ, മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ, കത്തിലൂടെ ചുംബിക്കുന്നുവോ, ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ, ഉരിളത് ശഫതാഹു ഫിന്നാർ. നരകത്തിന്റെ കത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിച്ചു മാറ്റപ്പെടുമത്രേ. ആരെങ്കിലും തന്റെ ഭാര്യയല്ലാതെ മറ്റൊരു പെണ്ണുമായി ശാരീരിക ലൈംഗിക വേശ്യാവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചാൽ നതഖത് ഫഖ്ദുഹു യൗമ തശ്ഹദു അലൈഹി. നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ്. അതാണ് മഹ്ശറ, അതാണ് വിചാരണയുടെ വേദി, അതാണ് വിചാരണയുടെ കോടതി, അതാണ് റബ്ബിന്റെ കോടതി. അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ, ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആരുടെയും ശുപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ഫമാ തൻഫഉ ശഫാഅത്തു ശാഫിഈൻ. ഇന്ന് ഈ ദുനിയാവിൽ എന്ത് പോക്കരിത്തരം കാണിച്ചാലും, എന്ത് തെമ്മാടിത്തരം ചെയ്താലും, ഏത് പോലീസ് പിടിച്ചാലും, എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും, അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ, അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആഖിറത്തിൽ ഒരാളുടെ ശുപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അവിടേക്കാണ് നിന്നെ കൊണ്ട് നിർത്തുക. ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയൽ വിളിച്ചു പറയുകയാ, നതഖത് ഫഖ്ദുഹു യൗമ തശ്ഹദു അലൈഹി. ഖിയാമത്ത് നാളിൽ അവന്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ്, സാക്ഷി പറയാൻ പോവുകയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന അവ്വല അൽമിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാ ഫഖ്ദുഹു മിനർ റിജ്ലിസ് ശിമാൽ. നാളെ മഹ്ശറ വൻസഭയുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീലി വെക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖ്ദുഹു മിനർ റിജ്ലിസ് ശിമാൽ. അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ്, തുടയല്ലാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫഖാല. ആ തുടയൽ പറയുമത്രേ, നമ്മുടെ തുട പറയുമത്രേ, അനർകിബ്തു ലിൽ ഹറാം, അനർകിബ്തു ലിൽ ഹറാം. ഞാൻ ഹറാമായ പെണ്ണിന്റെ തുടയുമായി ചേർത്ത് വെച്ച തുടയാണ്, ഹറാമായ പെണ്ണിന്റെ പൃഷ്ഠഭാഗത്തോട് ഒട്ടി നിന്ന തുടയാണ്, ഹറാമായ പുരുഷനുമായി കെട്ടിപ്പിടിച്ചു കിടന്ന അവയവമാണ്. പെണ്ണേ നീ പറയേണ്ടതില്ല, നീ പറയേണ്ടതില്ല. അതെല്ലാം സ്കാനിങ്ങിലൂടെ ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അതിന്റെ സമയത്ത് നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമത്രേ. ആ അവയവങ്ങൾ പറയുമ്പോ അതിനെതിരെ ചൂണ്ടാണ് വിരൽ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻസനാ ബിംറഅത്തിൻ കാനത് മുതസവ്വിജ. ഏതെങ്കിലും സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാർ വിദേശത്ത് പോകുമ്പോ, തന്റെ ഭർത്താക്കന്മാർ പുറത്തേക്ക് പോകുമ്പോ അന്യ പുരുഷനുമായി ലൈംഗിക ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ കാനത് അലൈഹാ വകാന അലൈഹി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മത്തി ഫീ ഖബരിഹിമാ. ഈ ദുനിയാവിലുള്ള സകലമാന മനുഷ്യ മക്കൾക്ക് അല്ലാഹു കൊടുക്കാൻ